നമുക്കൊന്നൊരു ബാക്ക് ചാം ഉണ്ടാക്കിയാലോ? ഞാൻ എന്തൊക്കെയോ ചെയ്യണ കണ്ടിട്ട് എന്താണ് ഇവളുടെ ഹാലെന്ന് പറഞ്ഞിട്ട് ഒരാൾ അടുത്ത് വന്നിരിപ്പുണ്ട്. അപ്പം നമ്മ ഒരു ഫുഡ് കണ്ടെയ്നറിൻ്റെ അടപ്പാണ് എടുത്തത്. അപ്പോൾ പണ്ടെന്തോ ഫംഗ്ഷൻ നടന്നപ്പോൾ വീട്ടിലെങ്ങോ കിടന്നതാണ്. അത് നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. ഹാർട്ടിൻ്റെ ഷേപ്പ് നേരെ വരച്ചപ്പോൾ ഹാർട്ടായിട്ട് വന്നില്ലാത്തത് കൊണ്ട് ഞാൻ മടക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അതാണ് പരിപാടി കുറച്ചും കൂടി എളുപ്പം. ഞാനിതൊക്കെ ചെയ്യണ കണ്ടിട്ട് അടുത്തിരിക്കുന്ന ആളുടെ വിചാരം ഞാനെന്തോ കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്നതാണെന്ന്. അങ്ങനെ ആദ്യം വരച്ച ഹാർട്ട് ഫ്ലോപ്പായി പോയി. രണ്ടാമതൊരു കുഞ്ഞു ഹാർട്ട് വരക്കേണ്ടി വന്നു. എന്നാൽ കുറച്ച് ത്രെഡ് എടുത്ത് ചുറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഡിസ്റ്റർബൻസ് സഹിക്കാണ്ടായപ്പോൾ ഞാൻ ആളെ റൂമിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ അതങ്ങ് മൊത്തത്തിലങ്ങ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ അതിൻ്റെ ആ ബോർഡർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പണ്ടൊക്കെ നമ്മൾ ഈ ആർട്ടിൻ്റെയും ക്രാഫ്റ്റിൻ്റെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ലേ? അപ്പോൾ അതുപോലത്തെ സെയിം മെത്തേഡിൽ തന്നെയാണിത്. ചുറ്റിനും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലൊരു നൂല് വെച്ച് കെട്ടി ആ കാർഡ്ബോർഡ് അങ്ങ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ടുള്ള ത്രെഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളൊരു നൂലെടുത്ത് ഇങ്ങനെ ചുറ്റിനും കെട്ടി കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു കീ ചെയിൻ്റെ രീതിയിലുള്ളൊരു സംഭവമൊക്കെ ആയി. ഒപ്പിക്കാം. ഏകദേശം ആ ഒരു രൂപത്തിലേക്കൊക്കെ എത്തി. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ എന്തെങ്കിലും കീ ചെയിൻ്റെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു വൈറ്റ് റിബൺ എടുത്തിട്ട് ഒരു ബോ ഉണ്ടാക്കി ചുമ്മാ കെട്ടി കൊടുക്കുക. അതോടുകൂടി സംഭവം റെഡിയാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ വല്ല ബീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ചാമ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ കെട്ടി കൊടുത്താലും നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ചാമിൽ നിന്നാണ് ഇത് എടുത്തിട്ട് വെച്ചത്. അപ്പോൾ സംഭവം റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.